ജിംനേഷ്യത്തിൽ നിന്നിറങ്ങിയ ആളെ തലയ്ക്കടിച്ച് കൊല്ലാൻ ശ്രമം. ഇത് പുതുക്കാട് തൃക്കൂർ നെല്ലിച്ചോട് ആണ് ഈ സംഭവം. റിപ്പർ മോഡല് ആണ് തലക്കിട്ടടിച്ചത്. തൃശ്ശൂർ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പം അടി കിട്ടിയ ആൾ ചികിത്സയിലാണ്, അബോധാവസ്ഥയിലാണ്. നെല്ലിച്ചോടുള്ള ജിംനേഷ്യത്തിൽ നിന്ന് ഇറങ്ങിയ ഡിനസിനാണ് ഈ അപകടമുണ്ടായത്. ഡിനസ് നെല്ലിച്ചോടുള്ള ജിംനേഷ്യ സ്ഥിരമായി പോകും. ജിംനേഷ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇയാളുടെ പിന്നിലെ ആരോ വന്ന് മുഖം മറച്ചിട്ട് കയ്യിലിരുന്ന ചുറ്റി കൊണ്ട് അയാളെ തലയുടെ പിന്നിൽ അടിച്ചു. ആദ്യത്തെ അടി കൊണ്ട് തന്നെ അയാൾ താഴെ വീണു. അതിനുശേഷം താഴെ വീണയാളുടെ തലക്കിട്ട് ചുറ്റി കൊണ്ട് 2 അടിയും കൂടെ അടിച്ചു. ജിംനേഷ്യത്തിൽ ആളുടെ ആയിരിക്കും അവിടെ കിടന്ന സൈക്കിൾ എടുത്ത് അടിച്ചയാൾ അവിടെ നിന്ന് പറന്നുപോയി. അയാളെ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞിട്ട് അയാളുടെ ബൈക്കിൽ കയറി അവിടെ നിന്നും പോയി. ആ ബൈക്ക് ഇയാളുടെ ഇരുന്ന സ്ഥലത്ത് ആ സൈക്കിള് അവിടെ ഒരു പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് പോയത്. ഈ സംഭവം പുതുക്കാട് മരത്താങ്കര വെളിയംകുട വീട്ടിൽ ഡിനസ് എന്ന ആളിൻ്റെ തലക്കിട്ടടിച്ച ഈ സംഭവം വലിയ വാർത്താ പ്രാധാന്യം വരും. പഴയ റിപ്പറിനെ ഓർമ്മ വന്നു. ചുറ്റി കൊണ്ടാണ് തലയ്ക്കടിച്ചത്. 3 അടി തലക്കിട്ടടിച്ചു. അയാൾ മുഖം ആളറിയാതിരിക്കാൻ മുഖം കവർ ചെയ്തിരുന്നു. ആദ്യത്തെ അടിയിൽ തന്നെ ബോധരഹിതനായി. തലക്കിട്ടുള്ള അടി ചുറ്റി കൊണ്ടടിച്ചാൽ അങ്ങനെയാണ്. ബോധരഹിതനെ അപ്പോൾ തന്നെ താഴെ വീണു. താഴെ വീണെന്ന് കാണുന്ന ആളെ കൊല്ലാൻ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അടുത്ത 2 അടിയും കൂടെ ചുറ്റിവയ്ക്ക് അടിച്ചു. ഏതായാലും ഡിനസിൻ്റെ ഭാര്യയുമായിട്ടുള്ള ചില അവിഹിത ബന്ധം ഇയാൾക്കുണ്ടായിരുന്നുവെന്ന് ആരോപിക്കുന്നു. അതുകൊണ്ട് ഡിനസിനെ കൊന്ന് ഭാര്യയെ സ്വായത്തമാക്കാനുള്ള ഒരു ധാരണയിലാണ് ഇയാൾ ഈ പ്രവൃത്തി ചെയ്തതെന്നാണ് ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറയുന്നത്. ഏതായാലും തൃശ്ശൂർ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ഇപ്പം ചികിത്സയിലാണ്. ഗുരുതരമാണ് തലയ്ക്കുള്ള പരിക്ക്. അതേ സംബന്ധിക്കുന്ന അന്വേഷണം നടത്തിയത് എറണാകുളം തൃശ്ശൂർ റൂറൽ SP അദ്ദേഹത്തിൻ്റെ ടീം, DYSPമാരായ ഇബ്രാഹിം, അതുപോലെ അത് സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷ്, ചാലക്കുടി DYSP ഇബ്രാഹിം, അവിടുത്തെ SHO KN മനോജ്, ഇവരുടെ കൂടെയുള്ള സബ് ഇൻസ്പെക്ടർമാരും പോലീസുകാരും വളരെ നിരന്തരമായ രീതിയിൽ 24 മണിക്കൂറുള്ള അന്വേഷണത്തിലാണ് അവർക്ക് ആളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞത്. ആളെ കണ്ടെത്തി അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കോട്ട പനമ്പള്ളി നഗറിലെ പടിഞ്ഞാറേക്കാടൻ വീട്ടിലെ സിറിലാണ് അറസ്റ്റിലായത്. സിറിലിന് ഇയാളുടെ ഭാര്യയായിട്ട് ബന്ധമുണ്ടെന്ന് അയാൾ പറയുന്നു. അത് എത്രത്തോളം ശരിയാണെന്നറിയത്തില്ല. ഭാര്യയെ മോഹിച്ചിട്ടാണോ ഇങ്ങനെ ചെയ്തതെന്നറിയില്ല. ഏതായാലും ഇയാളെ വകവരുത്തിയെങ്കിൽ മാത്രമേ അയാളുടെ ഭാര്യയെ തനിക്ക് കിട്ടുകയുള്ളൂ എന്നുള്ള രീതിയിലാണ് അയാൾ പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് റിപ്പർ മോഡലിൽ ഈ പരിപാടി ചെയ്തതെന്നാണ് അയാൾ പോലീസിൻ്റെ അടുത്ത് പറയുന്നത്. ഇയാളുടെ കൈവശം ചുറ്റിയയും 1 കുപ്പി പെട്രോളും ഉണ്ടായിരുന്നു. ചുറ്റിയയ്ക്ക് തലയ്ക്ക് വീഴ്ത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരിക്കണം അയാളുടെ ലക്ഷ്യം. ചാലക്കുടിയിൽ നിന്ന് അദ്ദേഹം ഒരു ചുറ്റിക ആദ്യം സംഘടിപ്പിച്ചു. അത് കഴിഞ്ഞ് വലിയക്കര പോയി അവിടെ മണലിൽ ഈ ചുറ്റിയെ പൂഴ്ത്തി വെച്ചെന്നാണ് പറയുന്നത്. ചുറ്റിയെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം ഇയാൾ ചുറ്റികയും ഈ പെട്രോളുമായിട്ട് അവിടെ നിന്ന് പോയെന്നാണ് ഇപ്പം വരുന്നത്. അയാൾ ചുറ്റികയും അവിടെ മണലിൽ കൊണ്ടുപോയി പൂഴ്ത്തി വെച്ചു പാലിയക്കരയിൽ. അതിനുശേഷം ഇയാളുടെ ഷർട്ടും പാൻറ്റും അവിടെ ഇട്ട് കത്തിച്ചു. അതിനുശേഷം വേറെ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇയാൾ പോയത്. എറണാകുളം തൃശ്ശൂർ റൂറൽ SP കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് അതിന് റിസൾട്ട് ഉണ്ടായി. 24 മണിക്കൂറിനകം റൂറൽ SP കൃഷ്ണകുമാർ സംഘവും ആളെ കണ്ടെത്തി. ഏതായാലും ഈ ചുറ്റികയ്ക്കുള്ള അടി നമുക്കറിയാം. റിപ്പർ അങ്ങനെയാണ് മലയാളികളെല്ലാം ഇന്ത്യയിൽ മുഴുവൻ റിപ്പർ കേസ് വലിയ പ്രമാദമായത്. ചുറ്റികയ്ക്ക് തലക്കടിച്ച് കൊല്ലുന്ന രീതിയിൽ. അത് ആദ്യമായിട്ട് റിപ്പറുടെ കേസുകൾ ഒത്തിരി റിപ്പർമാരുണ്ടെങ്കിലും തുടക്കത്തിൽ ഇത് റിപ്പർ തിരുവനന്തപുരത്തുള്ള
പേട്ടയിലുള്ള ഒരു പയ്യനാണ് ആ റിപ്പറായിട്ട് ആദ്യം രംഗത്ത് വന്നത്. ആ റിപ്പർ കോട്ടയത്തെ അവിടുത്തെ ഒരു കോളേജിലെ ഒരു വിദ്യാർത്ഥിയെ വിളിച്ചുകൊണ്ട് പോയി കോട്ടയത്തെ ഒരു ലോഡ്ജിൽ കൊണ്ടുപോയി ഒന്നിച്ച് താമസിപ്പിച്ചു. അയാളെ ഹോമോസെക്ഷൽ ആക്ടിവിറ്റി നടത്തി അയാളെ തലക്കിട്ട് ചുറ്റിയേക്ക് അടിച്ച് അയാളെ കൊലപ്പെടുത്തി. അങ്ങനെയൊരു സംഭവമാണ് റിപ്പർ കേസിൻ്റെ തുടക്കം കേരളത്തിൽ. അതിനുശേഷം റിപ്പർ ചാക്കോയും അങ്ങനെ റിപ്പർ ഒത്തിരി ആൾക്കാർ അതേ രീതിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം പിന്നെ റിപ്പർ ചേർത്താണ് വിളിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം പേട്ടയിലുള്ള ഒരു വർക്ക്ഷോപ്പുകാരൻ്റെ മകനാണ് ആ റിപ്പർ പയ്യൻ. അയാളുടെ കൂട്ടുകാരനെ തന്നെയാണ് ഇത് ആദ്യം ചെയ്തത്. അതിന് തിരുവനന്തപുരത്ത് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസ് എടുത്തെങ്കിലും ആളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷേ പിന്നീട് കോട്ടയത്ത് ഒരു മർഡർ നടത്തി കഴിഞ്ഞപ്പോഴാണ് തലക്കടിയേറ്റ ആൾ കൊല്ലപ്പെട്ട ശേഷമാണ് ആ കേസിലെ ക്ലൂ ആയത്. അങ്ങനെയാണ് റിപ്പർ എന്നുള്ള പേര് കേരളത്തിലെ പല ആൾക്കാരും ഉപയോഗിക്കാനും തുടങ്ങി. പല ക്രിമിനൽസും അതേ രീതിയിലുള്ള മോഡസ് ഓപ്പറാണ്ടിയിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്തതുകൊണ്ടാണ് റിപ്പർ എന്ന് വിളിക്കപ്പെടുന്നത്.